ശാഫിഈ മദ്ഹബുകാർ നിസ്കരിക്കുമ്പോൾ അവസാനത്തെ അത്തഹിയ്യാത്തിലിരിക്കുമ്പോഴാണ് തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കേണ്ടത്, അഥവാ നിലത്തേക്കിറങ്ങിയിരിക്കൽ. ആദ്യത്തെ അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ ഇടതുഭാഗത്തിന്മേൽ കയറി ഇരിക്കുക എന്ന് ചുരുക്കത്തിൽ നമുക്ക് പറയാം, അഥവാ ഇഫ്തിറാശിൻ്റെ ഇരുത്തം ഇരിക്കുക. അപ്പോൾ തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഓരോ 2 റക്അത്തിലും സലാം വീട്ടുന്നുണ്ട്. അതിനാൽ സലാം വീട്ടുന്ന റക്അത്താണ് അവസാനത്തെ റക്അത്ത്. അതുകൊണ്ട് ആ ഇരുത്തത്തിൽ തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്, അഥവാ നിലത്തേക്കിറങ്ങിയിരിക്കൽ. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് 20ാമത്തെ റക്അത്താണ് അവസാനത്തെ റക്അത്ത്. അതുകൊണ്ട് ആ 20ാമത്തെ റക്അത്തിൽ ആണ് തവറുക്കിൻ്റെ ഇരുത്തം നിലത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ ഇരിക്കേണ്ടത് എന്നാണ്. എന്നാൽ കാര്യം അങ്ങനെയല്ല. ഓരോ 2 റക്അത്തിലും സലാം വീട്ടുന്നതിനാൽ ആ 2ാമത്തെ റക്അത്ത് അവസാനത്തെ റക്അത്ത് തന്നെയാണ്. അതിൽ തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. സുബ്ഹ് നിസ്കാരത്തിന് 2 റക്അത്തേ ഉള്ളൂ. അതുകൊണ്ട് 2ാമത്തെ റക്അത്തിൽ സലാം വീട്ടും. ആ റക്അത്തിലും ഇരിക്കേണ്ടത് തവറുക്കിൻ്റെ ഇരുത്തമാണ്. ഇശാ നിസ്കാരം 4 റക്അത്തുണ്ട്. അതിൽ ആദ്യത്തെ അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ ഇടത് പാദത്തിന്മേൽ കയറിയിരിക്കണം. അതിനാണ് ചുരുക്കത്തിൽ ഇഫ്തിറാശിൻ്റെ ഇരുത്തം എന്ന് പറയുക. മഗ്രിബ് നിസ്കാരത്തിൽ ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതുന്ന 2ാമത്തെ റക്അത്തിൽ ഇഫ്തിറാശിൻ്റെ ഇരുത്തവും 2ാമത്തെ അത്തഹിയ്യാത്ത് ഓതുന്ന 3ാമത്തെ റക്അത്തിൽ തവറുക്കിൻ്റെ ഇരുത്തവുമാണ് ഇരിക്കേണ്ടത്. ജുമുഅ നിസ്കാരവും 2 റക്അത്താണ്. അതുകൊണ്ട് 2ാമത്തെ റക്അത്തിൽ സലാം വീട്ടുന്നതിനാൽ അത് അവസാനത്തെ റക്അത്താണ്. അതിനാൽ ജുമുഅ നിസ്കാരത്തിൻ്റെ 2ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്, അഥവാ നിലത്തേക്ക് ഇറങ്ങിയിരിക്കൽ എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാം.